സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ച ഉത്തരവ് നാളെ ഇറങ്ങിയേക്കും എന്നാണ് വിവരം. റെഗുലേറ്ററി കമ്മീഷൻ അംഗങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ട് നിരക്ക് വർധന ധരിപ്പിച്ചു. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ബാധ്യതയാണ്. യൂണിറ്റിന് 10 പൈസ മുതൽ 20 പൈസ വരെ കൂടാനുള്ള സാധ്യത അതാണോ ഈ ഘട്ടത്തിൽ നിലനിൽക്കുന്നത്? സംസ്ഥാനത്ത് ഈ വൈദ്യുതി നിരക്ക് വർധനയുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുകയാണ്. യൂണിറ്റിന് ശരാശരി 34 പൈസയെങ്കിലും കൂട്ടണമെന്നാണ് KSEB ആവശ്യപ്പെട്ടിട്ടുള്ളത്. വിവിധ മേഖലകളിൽ സിറ്റിംഗ് നടത്തി പൊതുജനാഭിപ്രായങ്ങൾ കൂടി കേട്ടിരുന്നു. പക്ഷേ ഈ നിരക്ക് വർധന തീരുമാനം പിന്നെയും കുറച്ചുകൂടി വൈകും എന്നുള്ളതായിരുന്നു നേരത്തെ വന്ന സൂചനകൾ. എന്നാൽ യൂണിറ്റിന് 10 പൈസ മുതൽ 20 പൈസ വരെ ഉയർത്തി ഇതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം അല്ലെങ്കിൽ ഉത്തരവ് നാളെ ഇറങ്ങും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിന് മുന്നോടിയായിട്ടാണ് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചകൾ നടന്നത്. ഇന്ന് ഉച്ചയോടുകൂടിയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ട ഈ നിരക്ക് വർധന സംബന്ധിച്ചുള്ള വിവരങ്ങൾ റെഗുലേറ്ററി കമ്മീഷൻ അംഗങ്ങൾ ധരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും നാളെ തന്നെ ഉത്തരവ് പുറത്തിറങ്ങും, അല്ലെങ്കിൽ വിജ്ഞാപനം പുറത്തിറങ്ങുമെന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. ഇതിന് പുറമെ വേനൽക്കാലമായ ജനുവരി മുതൽ മെയ് വരെ ഒരു പ്രത്യേക താരിഫ്, ഒരു സ്പെഷ്യൽ സമ്മർ താരിഫ് കൂടി നേരത്തെ ശുപാർശ ചെയ്തിരുന്നു. അത് ഈ സമയത്ത് ഈ കാലത്ത് 10 പൈസ കൂടി യൂണിറ്റിന് അധികമായി വേണം എന്നുള്ളതായിരുന്നു KSEBയുടെ ആവശ്യം. ഇതിലടക്കം തീരുമാനം അത് എന്ത് എന്നറിയാൻ നാളെ വരെ കാത്തിരിക്കേണ്ടി വരും. ഏതായാലും മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ അനുമതി നൽകിയത് നമുക്ക് അറിയില്ല. പക്ഷേ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. നിരക്ക് വർധന സംബന്ധിച്ച് മുഖ്യമന്ത്രിയെ കാര്യങ്ങൾ ധരിപ്പിച്ചിരിക്കുന്നു. ഈ ആഴ്ച തന്നെ പുതുക്കിയ നിരക്ക് പ്രഖ്യാപിക്കുമെന്ന് നേരത്തെ വൈദ്യുതി വകുപ്പിൽ നിന്ന് വിവരം ലഭിച്ചതാണ്. എന്നാൽ ഡിസംബർ 1 മുതലുള്ള വൈദ്യുതി ഉപഭോഗത്തിന് പുതിയ ഉയർന്ന നിരക്ക് ഈടാക്കും എന്നുള്ളതായിരുന്നു നമുക്ക് നേരത്തെ ലഭിച്ച വിവരം. പ്രതിവർഷം 2000 കോടിയിലേറെ രൂപയുടെ നഷ്ടം KSEB നേരിടുന്നു എന്നായിരുന്നു KSEBയുടെ വാദം. ഈ പശ്ചാത്തലത്തിൽ നിരക്ക് വർധന എത്രയും പെട്ടെന്ന് നിലവിൽ വരുത്തണം എന്നുള്ളതും ആവശ്യപ്പെട്ടിരുന്നു. ഏതായാലും ഒരുപക്ഷെ നാളെ ഉച്ചയ്ക്ക് മുൻപ് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവിറങ്ങിയേക്കും. റിജിത്ത്, ശരി, ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. യൂണിറ്റിന് 34 പൈസയുടെ വർധന വേണം എന്നുള്ള ആവശ്യമാണ് സർക്കാരിന് മുന്നിലേക്ക് വന്നിരിക്കുന്നത്. പക്ഷേ യൂണിറ്റിന് 10 പൈസ മുതൽ 20 പൈസ വരെ കൂട്ടാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. നാളെ ഉച്ചയ്ക്ക് മുമ്പ് ഒരുപക്ഷെ അത് സംബന്ധിച്ചുള്ള തീരുമാനം വരാനുള്ള സാധ്യതയാണ് ഈ ഘട്ടത്തിൽ നിലനിൽക്കുന്നത്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.